The sentence, a group of words that make a complete sense is called a sentence. പൂർണ്ണമായ അർത്ഥം വരുന്ന പദങ്ങളുടെ കൂട്ടമാണ് വാചകം. എക്സാമ്പിൾ, ബിനു is a good boy. We see them every week. He goes to school. The dam is legit. ഒരു വാചകത്തിൽ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ആയി വസ്തുവോ ഒരാളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഉണ്ടായിരിക്കും. അതാണ് സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്തെങ്കിലും ചെയ്യുന്നതോ അതിനെപ്പറ്റി പറയുന്നതോ ആയ ഭാഗവും ഉണ്ട്. എക്സാമ്പിൾ, എനിക്ക് ഡാൻസ് അറിയാം. ഈ വാക്യം ഇംഗ്ലീഷിൽ എഴുതാൻ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം? എനിക്ക്, ഞാൻ, അറിയാം, അതായത് അറിവുണ്ട് എന്നർത്ഥം. ഡാൻസ്. ഈ 3 വാക്കുകളുണ്ട്. ഇനി പ്രയോഗം, വാക്കുകളുടെ ക്രമം മനസ്സിലാക്കണം. വാക്കുകളുടെ ക്രമം സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നീ രീതിയിലായിരിക്കണം. സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ. രാമ ഈസ് എ ഗുഡ് ബോയ്. ഇതിൽ രാമയാണ് സബ്ജക്റ്റ്. വെർബ്, ക്രിയ, എന്തെങ്കിലും ഒരു പ്രവൃത്തി. എക്സാമ്പിൾ, ഗോ, സീ, പ്ലേ, റൺ. എനിക്ക്, ഐ, അത് സബ്ജക്റ്റ്. ഡാൻസ്, ഒബ്ജക്റ്റ്. അറിയാം, നോ, വെർബ്. ഒബ്ജക്റ്റ്, കർമ്മം. വാട്ട് അല്ലെങ്കിൽ ഹൂം എന്ന് ക്രിയയോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. He teaches me. He subject, teaches verb and me എന്നത് object. മലയാളത്തിൽ വാക്യങ്ങൾ കർത്താവ്, കർമ്മം, ക്രിയ എന്ന രീതിയിലാണ്. ഞാൻ അവനെ കണ്ടു. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. എന്നാൽ ഇംഗ്ലീഷിൽ കർത്താവ്, ക്രിയ, കർമ്മം എന്ന ഓർഡറിലാണ്. ഞാൻ കണ്ടു അവനെ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അടുത്ത ഉദാഹരണം, ഞാൻ മലയാളം പഠിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിൽ ഒരു പൂർണ്ണ ക്രിയയും ഒരു അപൂർണ ക്രിയയുമുണ്ട്. ആഗ്രഹിക്കുന്നു, വാണ്ട്, പൂർണ്ണക്രിയ. പഠിക്കുന്നതിന്, ടു ലേൺ, അപൂർണ ക്രിയ. ഇനി പ്രയോഗം മനസ്സിലാക്കാം. കർത്താവ്, ക്രിയ, അപൂർണ ക്രിയ, കർമ്മം എന്നീ രീതിയിലാണ് എഴുതേണ്ടത്. ഐ വോണ്ട് ടു ലേൺ മലയാളം. ഐ വോണ്ട് ടു ഗോ there. ഐ നോ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. താങ്ക് യു.